ഫ്ലിൻറ്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ SIR സംബന്ധിച്ച പോരാട്ടം എന്ന് തന്നെ പറയട്ടെ തുടരുകയാണ്. ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, വോട്ടർമാർക്ക് വേണ്ടിയാണ്, ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഈ തുറന്നു കാണിക്കുന്നതും ചൂണ്ടിക്കാണിക്കുന്നതും എല്ലാം തന്നെ കാര്യങ്ങൾ നേരെയാക്കാനാണ്. കാര്യങ്ങൾ നേരെയാക്കേണ്ടവർ അതിനുവേണ്ടി കാര്യമായി ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ള വസ്തുത നാം കാണുന്നുമുണ്ട്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം, ശ്രീ രത്തൻ കേൽക്കർ IAS ഡോക്ടർ രത്തൻ കേൽക്കർ, അദ്ദേഹമാണ് ഇപ്പം CEO. അത് കേരള ഗവൺമെൻറ് കാഡറിൽ വന്നിട്ട് ദീർഘകാലമായി ഇവിടെ പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തെയാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ അദ്ദേഹത്തെ CEO ആക്കിയിരിക്കുന്നത്. അദ്ദേഹം നമ്മുടെ നാട്ടുകാരനല്ല, മഹാരാഷ്ട്രക്കാരനാണ്. കുഴപ്പമില്ല, നന്നായിട്ട് മലയാളമൊക്കെ സംസാരിക്കുന്നുണ്ട്. ആക്സെൻറ്റിലൊക്കെ ചെറിയ പ്രശ്നമുണ്ടെങ്കിലും മലയാളം സംസാരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റിന് എല്ലാം മലയാളികളാണ്. മലയാളത്തിൽ മര്യാദയ്ക്കൊരു ഫോം തയ്യാറാക്കാൻ അറിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്ന ഫോമിൽ കാണുന്ന ഒരു വലിയ ന്യൂനത. ബന്ധു, നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബന്ധു എന്ന് പറയുന്നത്. ബന്ധു ആര്, മിത്രമാര് എന്ന് നമ്മൾ പറയില്ലേ? ബന്ധുവാര്, മിത്രമാര്, ശത്രുവാര് എന്നൊക്കെ പറയുന്നുള്ള ചോദ്യങ്ങൾ ആൾ ചോദിക്കുന്ന ഒരവസ്ഥയിലേക്കാണ്. ആ ബന്ധുവിനെ ഡിഫൈൻ ചെയ്താൽ മതി. അച്ഛനാണോ, അമ്മയാണോ, അപ്പൂപ്പനാണോ, സഹോദരങ്ങളാണോ, അത് ഡിഫൈൻ ചെയ്താൽ മതി. ആ ഫോമിൽ ഡിഫൈൻ ചെയ്ത് കാണിച്ചാൽ മതി. ബന്ധുവിൻ്റെ ബന്ധു എന്നൊക്കെ പറഞ്ഞിരുന്നത് എന്താണ്? അതിനൊരു ക്ലാരിറ്റി ഉണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് വാസ്തവത്തിൽ അത് നേരെയാക്കാൻ വേണ്ടിയിട്ടാണ്, കാര്യങ്ങൾ നേരെയാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നോടൊപ്പം ശ്രീ EP അനിലുണ്ട്. കഴിഞ്ഞ 3-4 വീഡിയോ അദ്ദേഹം ചെയ്ത് ഇതിലൊരു വളരെ ഗണ്യമായ നേട്ടമുണ്ടാക്കിയ ഒരാളാണ്. അദ്ദേഹം ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി, ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി, സഹായിക്കാൻ വേണ്ടി അദ്ദേഹം വളരെയധികം റിസർച്ച് ചെയ്ത് ഒരുപാട് പഠിച്ചിട്ടാണ് വന്ന് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞങ്ങൾ ഇപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ഡോക്ടർ രത്തൻ കേൽക്കർ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടു. അദ്ദേഹം പറയുന്നു, ഞാൻ ആദിവാസി കോളനി അട്ടപ്പാടിയിൽ പോയിരുന്നു. അട്ടപ്പാടിയിൽ പോയപ്പോഴത്തേക്ക് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഫോമൊക്കെ ശരിയായിട്ട് പൂരിപ്പിക്കുന്നില്ലേ? ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെയാണ്. അദ്ദേഹം വേറൊരു ചാനൽ അവതാരകയോട് ചോദിക്കുന്നതും കേട്ടു, നിങ്ങൾ ഫോം പൂരിപ്പിച്ചില്ലേ? പൂരിപ്പിച്ചു. എല്ലാം ഓക്കെ അല്ലേ? ശരിയല്ലേ? ശരിയാണ്. ഇത് രണ്ട് കാര്യവും നമുക്ക് വിശകലനം ചെയ്യാം. ഒന്ന്, ചാനൽ അവതാരകയോട് ചോദിക്കുമ്പോൾ ചാനൽ അവതാരിക നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചിട്ടിരിക്കുന്നവരാണ്. അവർ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പം കണ്ണുടച്ചിട്ട് ചോദിക്കാൻ പറ്റില്ല, പഠിച്ചിട്ടേ ചോദിക്കാൻ പറ്റൂ. അവർ പഠിച്ചിട്ട് വെൽ ഇൻഫോംഡ് ആണ് അവർ. പക്ഷേ ഇവിടെ എന്താണ്, ആദിവാസി കോളനിയിൽ അല്ലെങ്കിൽ അവിടെ പോയി കാര്യങ്ങൾ പരിശോധിക്കാൻ ഉദ്യോഗസ്ഥന്മാർ പോകും. ഇലക്ഷൻ്റെ ചുമതലയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ പോകുമ്പം അദ്ദേഹം വേഷം മാറിയൊന്നുമല്ലല്ലോ പോകുന്നത്. വേഷം മാറിയാണ് പോയിരുന്നെങ്കിൽ ഡോക്ടർ രത്തൻ കേൽക്കർക്ക് കാര്യം പിടികിട്ടുമായിരുന്നു. അദ്ദേഹം CEO ആയിട്ടാണ് പോയത്. CEO ആയിട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? 2 ദിവസം മുമ്പേ തന്നെ ഉദ്യോഗസ്ഥന്മാരോടെ പോയി ഈ ബന്ധപ്പെട്ട അദ്ദേഹം ആരോടൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവരെയൊക്കെ നന്നായിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് പഠിപ്പിച്ച്, ആദിവാസികളെ പഠിപ്പിക്കാത്തൊരു പ്രയാസമുണ്ട്, വേറെ കാര്യം. പക്ഷെ എന്നാലും നന്നായിട്ട് പഠിപ്പിച്ച് അത് വെച്ചിട്ട് എല്ലാം ഓക്കെയാണെന്ന് എങ്ങനെ അദ്ദേഹം നിശ്ചയിക്കും? അത് ശരിയാണ്. അപ്പോൾ ഈ ഒരു സമീപനം ശരിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ EP അനിൽ? ഇല്ല, അത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം. ഉദാഹരണമായി ഈ പറഞ്ഞു വന്ന ബന്ധു ആരാണ് എന്ന് നോക്കൂ. ഇന്ന് CEO മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു 40 മിനിറ്റ് നീണ്ട ഇൻ്റർവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം ബന്ധുവിനെ പറ്റി ചില വിവരണങ്ങൾ തരുന്നത്. ഇതുവരെ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ ബന്ധു എന്ന് ഉദ്ദേശിച്ചത് അച്ഛൻ, അമ്മ, മുത്തച്ഛൻ, അമ്മൂമ്മ ഇവരായിരുന്നുവെങ്കിൽ അതിനപ്പുറമുള്ള ചിലരെയും കൂടി, സഹോദരങ്ങളെ കൂടി ഉൾപ്പെടുത്താമെന്ന് പറയാൻ, ജനങ്ങളെ അറിയിക്കാൻ ഡോക്ടർ രത്തൻ കേൽക്കറിന് ഇത്രയധികം സമയമെടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വരാഹിത്യമെന്നോ സുതാര്യതയില്ലായ്മയോ എന്നുള്ളത് ബോധ്യപ്പെടുകയാണ്. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ ഏറ്റവും ഗൗരവതരമായി പറയുന്നൊരു കാര്യം, രാജ്യത്ത് ഒരു സ്റ്റാറ്റ്യൂട്ടറി സംവിധാനമായി പ്രവർത്തിക്കുന്ന, നോക്കൂ, കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിലെടുത്താൽ കേരള മുഖ്യമന്ത്രിയേക്കാൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അധികാരങ്ങൾ ഉപയോഗിക്കാൻ അവസരം കിട്ടുന്ന ആളാണ് CEO.
അങ്ങനെ അത് ഇലക്ഷൻ കമ്മീഷണർക്ക് തിരഞ്ഞെടുപ്പ് സമയത്ത് ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യയെ മൊത്തം നിയന്ത്രിക്കാമെന്ന് പറയുന്നത് പോലെ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിന് അവർ ആ സംവിധാനം ജനങ്ങളെ തിരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കാൻ നിരവധി സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ അവസരമുണ്ടെന്നിരിക്കെ പണത്തിനൊരു കുറവും അവർക്കില്ല എന്നിരിക്കെ ഇത്തരമൊരു ക്യാമ്പയിൻ കേരളത്തിൽ ആരംഭിക്കുന്നതിന് മുമ്പ് കേരളീയരെ മുഴുവൻ ഇളക്കി മറിക്കും വിധം എല്ലാ വീടുകളിലും ഇതാ നവംബർ 4-ാം തീയതി BLOമാർ വരുന്നു, അവരോടൊപ്പം നിങ്ങളുടെ നാട്ടിലെ BLAമാരായി ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ വരുന്നു എന്ന തരത്തിൽ നാടിനെ ഇളക്കി മറിക്കും വിധം നമ്മൾ സാക്ഷരതാ പ്രവർത്തനമൊക്കെ നടത്തിയതിൻ്റെ രൂപത്തിൽ കഴിയുമായിരുന്നുവെങ്കിൽ ഈ പറയുന്ന COയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ സാധാരണ ജനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, NGOകൾ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടൊരു വലിയ ക്യാമ്പയിൻ തുടങ്ങിയതിന് ശേഷം അവിടെ സംശയങ്ങൾ തെരുവിൽ തന്നെ വെച്ച് ദുരൂഹരിക്കാനുള്ള സാഹചര്യങ്ങൾ, ഒരു നമ്മൾ പറയത്തില്ലേ തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് രാവിലെ 1 മണിക്കൂർ പണ്ട് ഒരു സാമ്പിൾ തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് സാഹചര്യം ഒരുക്കുന്നു എന്നതുപോലെ ഈ ഫോമുകൾ തെരുവിൽ വെച്ച് തന്നെ പൂരിപ്പിച്ച് സംശയങ്ങളുമൊക്കെ ദുരൂഹരിക്കുന്ന ഒരു ക്യാമ്പയിനിലൂടെ പോകുന്നതിന് പകരം നോക്കൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ, ഞാനതിനെ ഈ കേരളത്തിലെ COയെ കുറ്റപ്പെടുത്തുന്നില്ല, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ വളരെ വളരെ ഗൗരവതരമായി 2002 ശേഷം നടപ്പാക്കുന്ന ഈ 2025-26 SIR 3 മാസം കൊണ്ട് തീർക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത്. കഴിഞ്ഞ കാലത്ത് അത് 6 മാസം. അപ്പോൾ ഇതിനകത്ത് അനാരോഗ്യകരമായ ചില പ്രവണതകൾ തുടക്കം മുതൽ പ്രകടമാകുന്നത് ഇന്നും ഒഴിവാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ SIRന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ 1953 ജനകീയ പുതിയ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് തുടങ്ങുന്ന ആ SIR ആണ്. ആ SIR 30 വർഷത്തെ ഇടവേളകളിലാണ് നടത്തുന്നത്. ആ SIR ഓരോ SIR ഘട്ടവും കടക്കുമ്പോഴും രാജ്യം മാറുകയാണ്, രാജ്യത്തിൻ്റെ സ്ഥിതിഗതികൾ മാറുകയാണ്, രാജ്യത്തിൻ്റെ സ്വഭാവം മാറുകയാണ്, പ്ലാറ്റ്ഫോമുകൾ മാറുകയാണ്, ടെക്നോളജി മാറുകയാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഇപ്പം ഇന്ന് 2025 നിൽക്കുമ്പോഴുള്ള നമ്മുടെ ടെക്നോളജി നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ കണ്ടു അവരുടെ വെബ്സൈറ്റിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് ചെറിയൊരു വീഡിയോ ഇരിക്കുന്നത് കണ്ടു. അത് തന്നെ വെറുതെയാണ്, ഇതിങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ട് മാത്രം ആർട്ടിഫിഷ്യൽ. പക്ഷേ ഇന്നിപ്പം നിരവധി ടൂളുകളുണ്ട്. ആ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ നന്നായി എഡ്യൂക്കേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റും. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ ഉണ്ടാക്കാം. താരങ്ങൾക്ക് കൊടുക്കുന്നതിൻ്റെ 100 കാശിന് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കാം. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ചെയ്തില്ല, അത് ചെയ്യാത്തൊരു വീഴ്ചയാണ്. പക്ഷേ ഇനിയും സമയമുണ്ട്. നേരത്തെ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ 6 മാസം എന്ന് പറയുന്നത് ഇത്തരം ഒരു പ്രോസസ്സ് നടക്കുമ്പോഴത്തേക്ക് 6 മാസം, പണ്ടൊക്കെ 6 മാസം വേണ്ടി വന്നിരുന്നെങ്കിൽ ഇപ്പം അത്രയും വേണ്ട. അത് വലിയ കാര്യം. കാരണം എന്താണ്, ഈ ടെക്നോളജി ടൂൾസൊക്കെ വരും. പക്ഷെ അത് ഉപയോഗിക്കാതെ ഇരിക്കുന്നിടത്തോളം കാലം അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതെ ഇപ്പോൾ നമ്മൾ പരിശോധിച്ചപ്പോൾ കണ്ടതാണ് 2-3 ചാനലുകളിൽ അവിടുത്തെ അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി കേൾക്കുന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ അവിടുത്തെ ഒരു സെക്ഷൻ ഓഫീസർ ഇരുന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയുന്നത് ഞാൻ കേട്ടു. അതിൽ ആ ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകുന്ന ഉത്തരം പൂർണ്ണമല്ല. അത് വിശദീകരിക്കേണ്ടത് വിശദീകരിക്കുന്നില്ല. അതായത് ഈ എന്താണ് ഇലക്ഷൻ കമ്മീഷൻ ഒരു FAQ എന്ന് പറയുന്ന ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ആ ഒരു ശൈലിയിൽ തന്നെ അത് പറയുന്നത്, മറിച്ച് ഇതിന് ഏതെങ്കിലും എക്സ്പെർട്ടുകളെ കൊണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റേഴ്സിനെ കൊണ്ട്, നല്ല കമ്മ്യൂണിക്കേറ്റേഴ്സിനെ കൊണ്ട് ഇത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത്, എന്തെല്ലാമാണ്, എന്തൊക്കെയാണ് ഡെഫിനിഷൻസ് എന്താണ്, ബന്ധുവിൻ്റെ ഡെഫിനിഷൻസ് എന്താണ്, പിന്നെ 2002 പട്ടികയും പിന്നീട് വന്ന പട്ടികകളും തമ്മിൽ വ്യത്യാസം എന്താണ്, ഈ 2 പട്ടികയിലും പേരില്ലാതെ വരുന്നവരുടെ പ്രശ്നം എന്താണ്, ഈ ഫോം 6 എന്ന് പറയുന്ന ഫോം 6A എന്ന് പറയുന്ന പ്രവാസികളുടെ ഇങ്ങനെയുള്ള ഇതിനെയൊക്കെ സംബന്ധിച്ച് വളരെ ലളിതമായും വളരെ സമഗ്രമായും ആളുകളെ ആവർത്തിച്ച് ബോധവൽക്കരിക്കുക എന്ന് പറയുന്നത്. ബോധവൽക്കരണം എന്ന് പറയുന്ന ഇതിൽ നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്താണ് ഈ സാക്ഷരത? ഇപ്പം നേരത്തെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ശ്രീ EPN പറയുന്നത് ഞാൻ കേട്ടു. അതെന്താണ് പറയുന്നത്? ഡോക്ടറേറ്റ് ഉള്ള ആള്, PhD ഉള്ള ആൾക്ക് ഇത് മനസ്സിലാവുന്നില്ല. PhD ഉള്ള ആൾക്ക് ഇത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ്? ആ PhD ഉള്ള ആൾക്ക് വിവരമില്ലെന്ന് പറയാൻ പറ്റുമോ? അല്ല. അപ്പം സാധാരണക്കാരനെ സംബന്ധിച്ചും ആരെ സംബന്ധിച്ചും ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ഇതുപോലെ ഡ്രൈവ് നടക്കുമ്പോൾ 30 വർഷത്തിലിടയ്ക്ക് ശേഷം നടക്കുന്ന ഒരു മേജർ ഡ്രൈവ് നടക്കുമ്പോഴത്തേക്ക് നേരത്തെ നമ്മളെല്ലാം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ രാഷ്ട്രീയമായ ചില അന്തർധാരകൾ ഇതിലുണ്ട് എന്ന് ഉള്ളൊരു ആക്ഷേപം, ആ ആക്ഷേപം ഒഴിവാക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ആ ആക്ഷേപം ഒഴിവാക്കാനുള്ള ഉത്തരവാദിത്വം ഈ ഇലക്ഷൻ കമ്മീഷനുള്ളതാണ്. അപ്പോൾ ആ ആക്ഷേപങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടതും അവർ തന്നെയാണ്. അപ്പോൾ ആ ആക്ഷേപങ്ങൾ ഉണ്ടാകാതെ നോക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ വളരെ സുതാര്യമായും മറ്റു കാര്യങ്ങളിലൊക്കെ ചെയ്യണമായിരുന്നു. അത് ഇന്ന് ആളിതുവരെ ചെയ്തിട്ടില്ല.
ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത കാര്യങ്ങളൊന്നും പോരാ. ആ കാര്യങ്ങൾ അത്ര പര്യാപ്തമല്ല. അതെ, ഞാനൊന്ന് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കൂ, ഇലക്ഷൻ കമ്മീഷൻ നിർബന്ധപൂർവം തെരഞ്ഞെടുപ്പ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെ നടത്തണമെന്ന് നിർബന്ധം പിടിക്കുന്ന അതേ സംവിധാനം ഈ ആധുനിക സാങ്കേതികവിദ്യയുടെ കാലത്ത് ആ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾക്ക് AI ടൂളിലൂടെ ആരുടെ സംശയങ്ങൾക്കും മറുപടി പറയാൻ കഴിയുന്ന ഒരു ആപ്പ് ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ ആ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഏത് സംശയവും AI-യിലൂടെ മറുപടി കിട്ടാൻ കഴിയുന്ന സാങ്കേതികവിദ്യ ഒരുപക്ഷെ സൗജന്യമായി പോലും ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ആളുകൾ മലയാളികളായിട്ടുണ്ട്, ഇന്ത്യയിലാകെയുണ്ട്. അങ്ങനെ ഇരിക്കെ സാങ്കേതികവിദ്യ അവർ എത്ര കുറച്ചാണ് ഉപയോഗപ്പെടുത്തിയതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ പറയുന്ന കേരളത്തിലെ ഇലക്ടറേറ്റ് ഓഫീസിൻ്റെ സൈറ്റിൽ പരിശോധിച്ചാൽ മനസ്സിലാവും. സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു നാട്ടിൽ സോഷ്യൽ മീഡിയയെ എത്രമാത്രം നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ഇവർ ഉപയോഗപ്പെടുത്തുന്നത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാകും. അതിലാകെ സന്ദർശിച്ചിട്ടുള്ളവർ, ഈ പറയുന്ന വീഡിയോകൾ സന്ദർശിച്ചിട്ടുള്ളവർ കേവലം 25,000-നോടടുത്ത് മാത്രമാണ്. സംസ്ഥാനത്ത് 2,47,00,000 ആളുകളാണ് ഈ പറയുന്ന ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 2,47,00,000 ആളുകൾ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ 1% ആളുകളെ പോലും ആകർഷിക്കും വിധമായ പ്രചരണ തന്ത്രങ്ങൾ ആധുനിക സാങ്കേതിക ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാതിരിക്കുന്നു എന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇപ്പോഴും ഇതിൻ്റെ സംശയങ്ങൾ മാറാത്ത ഒരു ഭാഗമെന്ന് പറയുന്നത് ഈ പറയുന്ന 2002 വോട്ട് ഇല്ലാതിരുന്ന, എന്നാൽ 2025-26 വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ, നിയമസഭാ തിരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ അർഹതയുള്ള ആളുകളുടെ കയ്യിലേക്ക് എത്തുന്ന ഫോമുമായി ബന്ധപ്പെട്ടാണ് അവർക്ക് പൂരിപ്പിക്കേണ്ട ഒരു ഭാഗം. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഇപ്പോൾ ഒരു 40 വയസ്സുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ 2002 വോട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല. അയാൾ 2025 ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ട്, അയാളുടെ കയ്യിൽ ഫോം കിട്ടി. അയാൾ പൂരിപ്പിക്കേണ്ട ഭാഗത്ത് ആ ബന്ധു ആരായിരിക്കണം? 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ഒരാളായിരിക്കണം. നോക്കൂ, 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ഒരാൾ മാത്രമായാൽ പോരാ, ആ ബന്ധുവിൻ്റെ ബന്ധുവും കൂടി അവിടെ ഉണ്ടായിരിക്കണം എന്ന് നിഷ്കർഷിക്കുമ്പോൾ അത് ഓവറിട്ടിട്ടില്ല. വേണമെങ്കിൽ എഴുതിയാൽ മതി എന്നല്ല പറയുന്നത്. നിർബന്ധം പിടിക്കുമ്പോൾ ആ ബന്ധുവിൻ്റെ ബന്ധു പരേതാത്മാവാണെങ്കിൽ പരേതാത്മാവിനെ തേടി നടക്കേണ്ടി വരും. ആ പരേതാത്മാവ് സ്വാഭാവികമായി വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറുക്കനൊക്കെ ഉള്ളൂ. അപ്പം ഇപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ എന്ത് ഉത്തരം കൊടുക്കണം എന്ന് പറയാതിരിക്കുന്നത് ഒന്ന് അടിസ്ഥാനപരമായി ഈ ഫോം ഉണ്ടാക്കിയവരുടെ പോരായ്മയുണ്ടോ എന്നൊരു സംശയം. ഇല്ല എങ്കിൽ 3 തലമുറയിൽപ്പെട്ട ആളുകളെ പറ്റിയുള്ള വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക എന്നൊരു നിഗൂഢ ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കും.